ഒരു സിമ്പിൾ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവിയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. മമ്മൂട്ടി കമ്പനിയുടെ ഒരു 6th പ്രൊഡക്ഷൻ മൂവിയായ ഈ ഒരു പടത്തിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗൗതം മേനോൻ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പുറത്തു വരുന്ന ഒരു സിനിമ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈവൻ ട്രെയിലറും ടീസറും ഒക്കെ വളരെയധികം ലോ എക്സ്പെക്ടേഷൻ ആണ് തന്നിരുന്നതെങ്കിലും ജസ്റ്റ് നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ ഹൗസിലുള്ള ഒരു ട്രസ്റ്റ് തന്നെയായിരുന്നു ഈ സിനിമ കാത്തിരിക്കാനുള്ള ഒരു മെയിൻ റീസൺ. കാരണം ഈ ഗൗതം മേനോൻ മമ്മൂട്ടിയായിട്ട് കൊളാബറേഷനിൽ വരുമ്പോൾ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക. ഈവൻ അദ്ദേഹത്തിന്റെ ഗൗതം മേനോന്റെ ലാസ്റ്റ് ചില പടങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രത്തോളം ഒരു ഇമ്പാക്ട് തരാൻ പറ്റാത്ത പടങ്ങളായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വെടിക്കളം വരുന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആൻഡ് പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകുന്ന ഈവൻ നമ്മൾ ഷെർലക് ഹോംസിന്റെ ഒരു സീരീസ് ആൻഡ് മൂവീസ് അല്ലെങ്കിൽ ഈവൻ ആ സ്റ്റോറീസ് തന്നെ വായിച്ചുള്ളവർക്ക് അറിയാം ആ ഒരു ഷെർലക് ഹോംസ് ആൻഡ് വാട്സൺ ആ ഒരു കോംബോയിലുള്ള ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെയാണെന്നുള്ളത്. ഈവൻ ഷെർലക് ഹോംസിന്റെ സീരീസ് തന്നെ അത്രത്തോളം വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫാൻസ് തന്നെയുണ്ട്. സോ അതെല്ലാം കണ്ട് നമുക്ക് അതേപോലെ സിമിലാരിറ്റി തോന്നുന്ന ഒരു ഡൊമിനിക് എന്ന് പറയുന്ന ഒരു ഡിറ്റക്റ്റീവും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറും ഗോകുൽ സുരേഷിന്റെ ക്യാരക്ടറും അവര് കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങുന്ന ചില കേസുകൾ, ചിലതൊക്കെ ചില ഉഡായിപ്പ് ടൈപ്പ് കേസുകളാണെങ്കിലും നമ്മൾ പിടിച്ചിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൊമിനിക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് മമ്മൂട്ടി അദ്ദേഹം വളരെയധികം നല്ല സിമ്പിൾ ആയിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ ഡെലിവർ ചെയ്തു. കാരണം ഇപ്പോ ഗൗതം മേനോൻ പറയണേ അല്ലെങ്കിൽ ഡയറക്ടർ പറയാണ് ഈ ഡൊമിനിക് എന്ന് പറയുന്ന ക്യാരക്ടറാണ് അതുപോലെ ആയാൽ മതി, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറായിട്ട് ബിഹേവ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ബ്ലിങ്ക്, ഒരു ഐ ബ്ലിങ്കിൽ തന്നെ ആ ഒരു ക്യാരക്ടറിന്റെ മുഴുവൻ മാനറിസവും മനസ്സിലാക്കിയിട്ട് വളരെ ഹ്യൂമറസ് ആയിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യാനായിട്ട് മമ്മൂട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ജസ്റ്റ് ആ ഒരു മാനറിസം തന്നെ നമുക്ക് വളരെയധികം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിടിച്ചിരുത്തുന്ന ഒരു രീതിയിൽ തന്നെയായിരുന്നു. ആൻഡ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ ചില ടേൺ ഓഫ് ഈവൻസിലൊക്കെ ആ ഒരു ക്യാരക്ടർ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന ചില സംഭവങ്ങളും ചില കൗണ്ടറുകളൊക്കെ അത്രത്തോളം വർക്കൗട്ടായി. അത് തന്നെയാണ് ഈ സിനിമ കാണാനായിട്ട് അല്ലെങ്കിൽ ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ചിരുത്തിയ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു ഫാക്ടർ. ആൻഡ് ഈ സിനിമയിലെ പല സീക്വൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ഷോർട്സ് ആൻഡ് ഫ്രെയിംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കണ്ണിന് നല്ല സുഖം തരുന്ന രീതിയിലുള്ള ഒരു DOP ആണ് ഈ പടത്തിന് നമുക്ക് കാണാൻ പറ്റുക. വിഷ്ണുദേവാണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫി കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിന് വളരെയധികം നമുക്ക് കണ്ണിന് നല്ല ഫ്രഷ്നെസ് തരുന്ന രീതിയിലാണ് ഇതിലെ പല സീക്വൻസുകളും വന്നിട്ടുള്ളത്. എന്നാൽ ഒരു എസ്തെറ്റിക് സെൻസ് ഉള്ള പല സീക്വൻസുകളും നമുക്ക് ഇതിൽ കാണാമായിരുന്നു. ഈവൻ ഒരു ഷോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഇട്ടിരിക്കുന്ന ഡ്രസ്സായാലും അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിനോട് പക്കാ സിങ്ക് ആയിട്ടുള്ള രീതിയിലാണ് പല സീക്വൻസുകൾ അല്ലെങ്കിൽ പല ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇതിൽ കാണാൻ പറ്റിയിരുന്നത്. ആൻഡ് ആ കോസ്റ്റ്യൂംസ് ഒക്കെ തന്നെ നല്ല വൃത്തിക്ക് തന്നെ സിറ്റുവേഷന് യോജിച്ച രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കോസ്റ്റ്യൂംസ് ആണ് ഈ സിനിമയിൽ കൊടുത്തിട്ടുള്ളത് ഇതിലത്തെ ലീഡിങ് ക്യാരക്ടേഴ്സിനൊക്കെ. ആൻഡ് പിന്നെ എടുത്തു പറയേണ്ടത് ചില സിംബോളിക് ആയിട്ട് ചില സംഭവങ്ങൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു ക്യാരക്ടറിന്റെ മനസ്സിലുള്ള ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതിനൊക്കെ വളരെ സിംബോളിക് ആയിട്ടുള്ള ചില സീക്വൻസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതൊക്കെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും അധികം പോരായ്മയായിട്ട് തോന്നിയത് ഈ സിനിമയിൽ ഒരു മിസ്സിംഗ് ലേഡീസ് പേഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ പിന്നീട് എത്തി നിൽക്കുന്ന ചില ആൾക്കാരിലേക്ക് ലീഡ് ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ട്. അതെല്ലാം പറഞ്ഞ് പ്രത്യേകിച്ച് സിനിമയുടെ ആ ഒരു മെയിൻ പാർട്ടിലേക്ക് എത്തുമ്പോൾ വളരെയധികം ഒരു നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവം ഇതിന്റെ ഡയറക്ടർ ആൻഡ് ഹോൾ ക്രൂ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ പടം കഴിയുമ്പോൾ ജസ്റ്റ് ഒരു ഫ്ലാറ്റനായ പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതായത് പടത്തിന്റെ അവസാനമൊക്കെ വളരെയധികം എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇത്ര എത്തിച്ച സ്ഥിതിക്ക് കുറച്ചും കൂടി സ്ക്രിപ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ന്യൂ ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവരായിരുന്നു എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എൻഡിങ് ആയിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. കുറച്ചും കൂടിയും അവർക്ക് എന്തെങ്കിലും ആ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ വളരെ ന്യൂ ആയിട്ടുള്ളത് കൊണ്ടുവരായിരുന്നു. ബട്ട് സ്റ്റിൽ അത്ര മോശമല്ലാത്ത ജസ്റ്റ് ഒരു സിമ്പിൾ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് പടം. ആൻഡ് എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ഇടയ്ക്ക് വെച്ചിട്ട് ഏകദേശം ഒരു 10-15 ദിവസത്തോളം വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരിക്കുകയായിരുന്നു. ഇവൻ എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അത് മാത്രമല്ലാതെ ജസ്റ്റ് പനിയും ഒക്കെ ആയിട്ട് എനിക്ക് കുറച്ചുകൂടി ചില തിരക്കുകളിലും കൂടി പെട്ടു. അതുകൊണ്ട് വീഡിയോസ് പലതും എനിക്ക് ഇടാൻ പറ്റിയിരുന്നില്ല. ബട്ട് എന്തായാലും ഇനി പുതിയ വീഡിയോസ് ആയിട്ടും സിനിമകളെ കുറിച്ചുള്ള വിശേഷങ്ങളായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. സോ അൺടിൽ ദെൻ